പെരട്ടുന്ന കാണാൻ തന്നെ എന്താ രസം. അതിലിങ്ങനെ ഇങ്ങനെ ചിക്കൻ ചിക്കൻ നിന്റെ എത്ര ഉണ്ട് ഭാരം ഭാരം ഒന്ന് സാരി കുടഞ്ഞിരിക്കണ. ഞാൻ വീണ്ടും പോയി കിടന്നു. 3 ചിക്കൻ ഉണ്ട്. ഞാൻ എന്താണാവോ ചെയ്യണ്ടേ? അത് നമ്മള് സ്ഥിരം പരിപാടി തന്നെ. ഇഞ്ചി, വെളുത്തുള്ളി, സവാള. ഓക്കെ, സെറ്റ് സെറ്റ്. തൈരാദ്യം വെച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് പൊടികളിടും. കാശ്മീരി പൗഡർ. ഇത് എരിവുള്ള പൗഡർ. എരിവിന് കുറച്ച് മതി. ഇത് കുരുമുളക്. ഇത് എടാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പോരടാ, കുറച്ചുകൂടെ എടുത്തുകൊണ്ട് വരുമോ? ഓക്കെ, മതിയാവും. ഇത് നമ്മുടെ സ്പെഷ്യൽ മസാല. എന്തായിരിക്കും? തന്തൂരി മസാല. തന്തൂരി ടിക്ക മസാല. ടിക്ക മസാല. എണ്ണയും കൂടി ഒഴിച്ചിട്ട് കുഴകുഴകുഴകും. അതെ, കുഴ 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 കുഴ. ഈ ഉപ്പിട്ടില്ല. ഈ മസാലയ്ക്കൊന്നും ഇപ്പൊ രുചിയില്ലാണ്ടായി പോയാൽ പെട്ടി. അമ്മായി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞേനെ കുറച്ച് 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 കുറച്ച്. അമ്മയുടെ വിചാരം പതുക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കൂലെന്നാ. എന്താണ് കുറച്ച് 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 ഒച്ച പറയില്ല. കുറച്ച് കുറച്ച് കുറച്ച്. എനിക്കാണെങ്കിൽ ഉപ്പൊക്കെ സ്പൂണിലെടുത്തിട്ടാ, ഉപ്പെന്നല്ല എല്ലാ മസാലയും സ്പൂണിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് അളവറിയില്ല. ആ ഒരു തെറ്റിപ്പോവും. ഇത് എത്ര പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇച്ചിരി ഉണ്ടാക്കാൻ പറയാമോ? ഒരു 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 സരിത ഒരു 3 പേര് 4 പേരെ വരുന്നുള്ളൂ, അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പറയാവോ? മറക്കൂല. അതും സ്പൂൺ കണക്കെങ്ങാനും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല, പറയാനറിയില്ല. സെറ്റല്ലേ? കുറച്ച് സോയയും കൂടി ഒഴിച്ചാലാ? ഒരു എന്തോ ഒരു കേറി നിപ്പുണ്ടല്ലേ? സോയ കുറച്ച് എടുത്തിട്ട് വരുമോ? ഓക്കെ. ഞാൻ വിനിഗർ ഒഴിച്ചില്ലായിരുന്നു. സോയ കൂടെ എടുത്തുണ്ടാ.
ദീപം ദീപം. ഒഴിച്ചോ? ഫുൾ ഒഴിക്കട്ടെ? ഫുൾ ഒഴിക്കണ്ട, മുക്കാ ഭാഗം ഒഴിച്ചാൽ നിർത്താറാകുമ്പോ മതി മതി. നല്ല ഭംഗിയല്ലേ കാണാൻ? ഞാൻ ഒഴിച്ചോണ്ടാ. ഇനിയും നീ പോണ്ടി വരും. എന്തെടുക്കാണ്? ചിക്കൻ സാധാരണ ഇരുന്നിട്ടാണ് എന്തെടുക്കാണ്? ഇപ്പോഴാണ് സെറ്റ് ചെയ്ത് സെറ്റായത്. അപ്പൊ ഞാൻ പോയി ചിക്കൻ 3 അണ്ണന്മാരെ എടുത്തിട്ട് വരാം. ഓക്കെ. കിടപ്പ് കണ്ടോ? ഞാൻ ആ മുളക് പൊടിയും കൂടി ഇട്ട് എന്താന്നറിയോ, പിന്നെ നമുക്ക് ഈ കാഷ്നട്ട് വരും, അപ്പൊ എരിവ് തീരെ ഇല്ലാണ്ടായിപ്പോ. ആ പെരട്ടെണ്ണ കാണാൻ തന്നെ എന്താ രസം. അതിലിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞാൻ എടുത്തേ. ഞാൻ വെറുതെ എന്തിനാ നിന്റെ കൈ അഴുക്കാക്കണേന്ന് ഓർത്ത്. ഇതൊക്കെ ഒരു തുടക്കം മാത്രം. ചിക്കൻ നിന്റെ കയ്യിലും കൂടി ഇനി ഇറച്ചി ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. മുഴുവൻ ചിക്കനൊക്കെ ആദ്യമായിട്ട് എടുക്കണേ. ഇങ്ങനെ എടുത്ത് അതിന്റെ കഴുത്ത് അവിടെ. എനിക്ക് ഏറ്റവും ചിക്കന്റെ ഏത് ഭാഗം ഇഷ്ടം എന്നറിയോ? കഴുത്ത്. കഴുത്ത്. കഴുത്തും മാങ്ങയും. എനിക്ക് കൊച്ചിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭാഗം കരള്. കൊച്ചില് കരളേ. പിന്നെ കൊറേ പേര് ഒരിടയ്ക്ക് മൊത്തം പറഞ്ഞ് കരള് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ചെറിയൊരു നമ്മള് വെറുപ്പിച്ച് ചെയ്യുമ്പോ നമുക്കൊരു മടുപ്പ് വരൂലേ, ആ ഒരു മടുപ്പായിരുന്നു പിന്നെ കൊറേ നാളത്തേക്ക്. പിന്നെ അത് മാറി. ആ വെള്ളം കളഞ്ഞോ? ഈ വെള്ളം ഇത്തിരി ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയിൽ കഴിക്കാം. നമുക്കേ ഈ കാലും കൂടി ഒന്ന് കെട്ടി വെക്കണം. കെട്ടാനോ? അത് ഓടിപ്പോല്ല. കാല് കെട്ടണമെന്ന് ഉദ്ദേശിച്ചതേ മറ്റേ എന്താ, ചിക്കൻ ഒരു ഒതുക്കം കിട്ടും പാത്രത്തിൽ വെക്കുമ്പോഴൊക്കെ. വിരിഞ്ഞിരിക്കും. അല്ലെങ്കിൽ വിരിഞ്ഞിരിക്കും. അന്ന് ചിക്കൻ ഉണ്ടാക്കിയപ്പോ കണ്ടില്ലേ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിട്ട്. നീ പോയിക്കോ സ്നാക്സിന്റെ അവിടെ പോകോ. അവിടെ പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ. ടേബിൾ ഇപ്പൊ സെറ്റ് ചെയ്യണ്ട, പിന്നെ ഇപ്പൊ നമുക്ക് വെറുതെ ഇരുന്ന് സ്നാക്സ് കഴിച്ചാ. സ്നാക്സ് ഓക്കെ. നമ്മുടെ ഇന്നത്തെ സ്നാക്ക് കാണുമ്പോ തന്നെ എനിക്ക് പുളിച്ചിട്ട് രക്ഷയില്ലപ്പാ. നെല്ലിപ്പുളി. നെല്ലിപ്പുളിയാ? ഇപ്പൊ തന്നെ പുളിക്കണം. കണ്ണൊന്നും അടയണ പോലില്ലല്ലോടാ. ഭയങ്കര ഇഷ്ടാ ഇത്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. മുന്തിരി കഴിക്കണം. അതെ കഴിക്കും. മുന്തിരി കഴിക്കണ പോലെ. ഉപ്പും മുളകും വേണോ? ഉപ്പും മുളകും ഇട്ടാ അത് വേറൊരു ടേസ്റ്റ്. മാളു തിന്നു നാരങ്ങ. ഒരു പുളിപ്പും ഇല്ലാണ്ടിരുന്ന് കഴിക്കും. നമുക്ക് കൊലയോടെടുത്ത് തിന്നുന്ന പുളിപ്പെന്ന് പറഞ്ഞൊരു വികാരം നിങ്ങൾക്കൊന്നുമില്ലേ? പുളിഞ്ചിക്ക അതൊക്കെ പിന്നെ ഉപ്പും കുളിയും കഴിക്കണം. അപ്പൊ സമ്മതിക്കണം. പല്ല് പുളിക്കൂലടാ. ചിക്കൻ തിന്നണ്ടാട്ടാ. തിന്നാൻ പറ്റില്ലട്ടാ പല്ല് പുളിച്ചാ. എന്റെ റൈസുള്ള പല്ല് പോടായിട്ടിരിക്കുക. എന്നിട്ട് കുഴപ്പമില്ല. അത് പോയി മനസ്സിലായി. ഒരു കാര്യമില്ല. സമ്മതിച്ചു ഞാൻ. കുളിക്കുന്നു.
എനിക്ക് തോന്നുന്നു ചെറുതിലാത്തോണ്ട് പുളിയുണ്ട. ചെറുതിന് ചെറിയൊരു കയ്പും കൂടി ഉണ്ട്. വലുതിനൊന്നും പുളിയേ ഇല്ല. വലുതിന്, ചെറുതിന് പെണ്ണ്. ഞാനിവിടെ കഴിക്കണ ഒരാളുടെ മോശമാണ് എക്സ്പ്രഷൻ. എന്റെ കുരു ഉണ്ടല്ലോ, സൂപ്പറാണ്. കുരുവാ? കുരുവല്ല, ഉള്ളിൽ പോയി കഴിഞ്ഞാ ചെറിയൊരു കുരു ഉണ്ട് ഇതിനകത്ത്. നമുക്ക് കളയാം. മതിയാ? കഴിച്ചോ കഴിച്ചോ. ഞങ്ങളെത്തി. കെട്ടിയില്ല. കെട്ടണ്ട. അതിന് വിഷമം തോന്നിയാലോ കെട്ടിയാലാ? നീ പോയി ആ കണ്ണാപ്പ് എടുത്തോണ്ട് വരുമോ? കണ്ണാപ്പ. കെട്ടിയിരുന്നെങ്കിൽ ഇനി ഒതുങ്ങുമായിരുന്നു. ഒതുങ്ങിയിരിക്കുക. Cashew paste ready. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അരച്ചാ അതോ സെപ്പറേറ്റ് സെപ്പറേറ്റ് അരച്ചാ? സെപ്പറേറ്റ്. എങ്ങനെ അരച്ചാലും സെയിം രണ്ടും ഒരുമിച്ചല്ലേ ഇരിക്കണേ. എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു അല്ലേ? മാളു അരയ്ക്കുന്ന അത്രയും വന്നില്ല കേട്ടാ. ഓ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇപ്പൊ തുടക്കം മാത്രം. തുടക്കം ക്ഷമിക്കണം. അതുകൊണ്ടാണ് ക്ഷമിച്ചിട്ടാ. പിന്നെ എന്താ പറയാ വന്നേ, നമ്മൾ ഈ ചിക്കൻ വറുത്താന മസാല അവിടെ ഇരിപ്പുണ്ട്, അടുത്തുണ്ടാവേ. ഈ ചിക്കൻ പരട്ടി വെച്ചില്ലേ, ആ മസാല അതാദ്യം കൊണ്ടാ. കാണിക്കേ ആ പാത്രം കാണിച്ച. എന്താ ചെയ്യണ്ടേ? നമ്മൾ ഈ പൊടി ഇടും.
ഈ പൊടിയാ? എന്താ ഈ പൊടി? തന്തൂരി മസാല പൊടി. സ്പെഷ്യൽ. ഇനി നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് ഇനിയിട്ട് ഒരു തിളപ്പിക്കലുണ്ട് മോളെ. ഇവിടെ ഒന്നും തീർന്നില്ല. കോഴി വരെ വിചാരിക്കുന്നുണ്ടാവും എന്നെ കഴിക്കാറായിട്ട്. അമ്മ ഇറുക്ക് ഇറുക്ക് എന്നാ പിടി. ഉപ്പ് നോക്കിയായിരുന്നാ? നോക്കിക്കോ. അതാണോ? ആയി, നല്ല ടേസ്റ്റ്. അതാണ് കണ്ട, കഷ്ടപ്പെട്ടാലും അതിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് സത്യം. ഞാൻ ഇങ്ങനെ വെച്ച ഓരോന്നായിട്ട് അരച്ചെടുക്കാം. അരക്കാൻ വെള്ളം ഒഴിച്ചടാ. ഒഴിച്ചു. ഇവിടെ ഇതില് മാളുവിന്റെ വേറൊരു പതിപ്പ്. ഓക്കെ, ആയിക്കോട്ടെ. മതിയോ? ഒഴിച്ചോ, മൊത്തം ഒഴിച്ചോ. വെള്ളം വേണം എന്തായാലും. ഇല്ല, ഈ വെള്ളമല്ലേ അതിലൊഴിക്കുന്നത്. അതന്നെ മാളുവിന്റെ വേറൊരു. രണ്ടുപേരും ഒരേ പ്രായമല്ലേ? ഇളക്കട്ടെ? ഇളക്കിക്കോ. ഇനി ചെയ്യേണ്ടത് എന്താ? ഈ ചിക്കൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് പിച്ചുക. ഉപ്പുണ്ട്. ഇനി ആ ഗ്രേവി എടുക്കുക, അതില് ഉപ്പുണ്ടാവും നോക്കുക. ഇനി കുറച്ചുകൂടെ വെള്ളം എടുത്തോടാ. നമുക്ക് വെള്ളം ആവശ്യം എന്താണെന്നറിയോ? കാഷ്യൂ അരച്ചിട്ടിരിക്കുന്ന കാരണം കുറുകി പോവും. വെള്ളം കുറച്ച് വെള്ളം എന്നാ തെളിച്ചു ഒഴിക്കാനോ? ഓക്കെ, മതി. കളർ മാറിയില്ല വെള്ളം ഒഴിച്ചപ്പോ. നമ്മുടെ കുട്ടപ്പന്മാരെ നമുക്കിടാം. ആ മസാല എന്നകത്തേക്ക് ഒഴിച്ചോ. ഒഴിക്കട്ടെ? നീ വരുമ്പോ വെളിച്ചെണ്ണ എടുത്തോണ്ട് വരണേ. അല്ല, ഞാൻ ചായ എടുത്തു പറഞ്ഞ നീ ചായ എടുക്കണം എന്നില്ല. നീ അതെടുത്ത് കഴിച്ചോ. ഇത് നേരത്തെ ആ ഒരു ഇതങ്ങ് പോലെ ആദ്യം ഇത് കുടിക്കും. സാധനം അത് മനസ്സിലായില്ല. ആ ചായയുടെ ടേസ്റ്റ് അങ്ങ് പോകും. കറക്റ്റ്. ഇതുകൊണ്ടാ ഞാൻ ആദ്യം ചായ എടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഏതെങ്കിലും സ്നാക്സ് കഴിക്കുന്നതിന് മുന്നേ ആദ്യം ഞാൻ ചായ എടുക്കുന്നല്ലേ. കൂടെ നടന്ന് മനസ്സിലായി എനിക്ക്. എന്താ സ്നാക്കിന് പേരുണ്ടോ? എനിക്ക് പേരൊന്നുമില്ല. നീ വേണമെങ്കിൽ ഇട്ടോ പേര്. എന്റെ പേരേ നേരിച്ചോ എനിക്ക്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനല്ലേ. ഞാൻ വിചാരിച്ചു കാണാൻ ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു. പക്ഷെ കൊള്ളാം. അവലോസ് പൊടിയില്ലേ, ആ ടേസ്റ്റില്ലേ? ഉണ്ട്, ചൂടുണ്ട്. അവലോസ് പൊടിയില് ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് കൊള്ളാടാ. ഒരു പഞ്ഞു രണ്ടെണ്ണം നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. കാഷ്യൂ ഉണ്ട്, പിസ്ത ഉണ്ട്, എല്ലാം ഉണ്ട്. ഏലക്കയുടെ ഉറിഞ്ഞു. എന്തായാലും മാളു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് യോഗം. മാളുവിന്റെ കാര്യം എങ്ങനെയാണ്ടാ? ഇപ്പൊ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകൂലേ? ഒറ്റയ്ക്കായി പോകും. മാളുവിന് പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കോള് തന്നെ. മാളു പിന്നെ സ്ഥലത്താട്ടാ ഒപ്പണ്ടിരും. നല്ല മധുരമുണ്ട്.
എന്ത് കുട്ടപ്പനായിട്ടുണ്ട്. ഉം. ഞാൻ ഇനി ഗ്രേവി ഒന്ന് വറ്റിച്ചിട്ട് വരാം. നീ അപ്പോഴേക്കും ടേബിൾ സെറ്റ് ചെയ്തോളൂ. ഓക്കെ. ഈ ടേബിൾ സെറ്റ് ചെയ്തോ. സ്നാക്സ് കഴിക്കുമ്പോഴല്ല നമുക്ക് ടേബിൾ വേണ്ടത്. ഓക്കെ ശരി. സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ശരിക്കും ഞാൻ പോയി ഇപ്പൊ ശരിക്കും ടേബിൾ സെറ്റ് ചെയ്തോ. അറ്റാക്ക്. ഞാനെടുത്താ എങ്ങനെ വരും? അങ്ങനെ വരും. എന്താണ് ഇപ്പൊ പുതിയൊരു ചിക്കൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇൻഫ്യൂസ്ഡ് ചിക്കനാ. ഇപ്പത്തെ ട്രെൻഡില് അങ്ങനത്തെ ഒരു ചിക്കൻ ഉണ്ട്. അതുപോലെ ഉണ്ട് കണ്ടിട്ടല്ലേ. ചൂടാ. എനിക്കെടുത്ത് തന്നിട്ട് ഇതില് ചൂടില്ലായിരുന്നു ഈ ഭാഗം. നിനക്ക് കഴുത്ത് ഭാഗം ഇഷ്ടല്ലേ? ഞാൻ അതാ കൊറേ നേരം കൊണ്ടിരുന്നു ആ കഴുത്ത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. താങ്ക് യു. വെൽക്കം. ഗ്രേവി ഒഴിച്ചോണേ. ഞാൻ ഉദ്ദേശിച്ച പീസ് എനിക്ക് വന്നില്ലല്ലോ. സാറില്ല, ഇപ്പൊ വിങ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ മോളെ തൊട്ട അടർന്നു പോണല്ല. ഓക്കെ. നമ്മുടെ ഹൈലൈറ്റ് ഇതാ ഗ്രേവി. ഗ്രേവി ഒഴിച്ചിട്ട് ഇത് കറക്റ്റ് കമത്തി കടത്തിക്ക് ഇൻഫ്യൂസ്ഡ് ചിക്കൻ പോലെ ഇരിക്കുന്ന ആ പേര് അത് തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആ തന്തൂരി മസാലയുടെ ഒക്കെ ചൊവയൊക്കെ അവിടെ പോയി. ഒരു ഇതല്ലേ, ആ ചൊവയെ കാണുന്നില്ല, മസാലേന്റെ ആ ഒരു ടേസ്റ്റേ കാണുന്നില്ല. എള്ളൊക്കെ നല്ല വെന്ത്. സാധാരണ ഞാൻ ആദ്യം ലെഗ് പീസ് കയറി പിടിക്കണതാ. കിട്ടണ്ടേ? ലെഗ് എനിക്ക് കിട്ടി. ലെഗ് പീസ് പിടിച്ചപ്പോ അസാധ്യ ജ്യൂസ് ആയിപ്പോഴല്ലേ. അലുത്തു പോണല്ലേ. കഴുത്തിലെ എല്ലാവർക്കും സൂപ്പറായിട്ട് അങ്ങനെ തോന്നും. സപ്പോർട്ട് ചെയ്തോ ഇവിടെ. കുറച്ച് ഗ്രേവിയുടെ വയ്ക്കട്ടെ.